ഹലോ സുന്ദരീസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന ബട്ടൺ കൂടെ പ്രസ്സാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. കുറച്ച് ഭാഗത്താണ് പാർട്ടി വെയർ കളക്ഷൻസ്. റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ജോർജറ്റിൻ്റെ 1499 ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്ന അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കണേ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഗ്രൂപ്പിൽ ചുരിദാർ മെറ്റീരിയൽസ് മാത്രമല്ല ഇടുന്നത്, സ്റ്റിച്ച് ചെയ്ത് വരുന്ന കളക്ഷൻസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് സെയിം ഗ്രൂപ്പാണ്, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ്, എല്ലാം കൂടെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിലിടുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു റൗണ്ട് അപ്പ് ചെയ്ത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ സെയിം ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റാണ്. ആ കാറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പം അതൊന്ന് ക്ഷമിക്കണേ. അപ്പം ഇതെല്ലാം തന്നെ ഇവിടെ വരെ 1499 കളക്ഷൻസാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. സാറ്റിൻ സിൽക്കിലും മെറ്റീരിയൽ വരുന്നുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പം ഏത് മെറ്റീരിയൽ ആണെന്നൊന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പർച്ചേസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർക്കണം. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കൊറിയർ അയക്കാനായിട്ടുള്ളൊരു സാധിക്കുകയുള്ളൂ. അതാണ് ഫസ്റ്റ് കൊറിയർ അയക്കണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക, അഡ്രസ്സ് അയയ്ക്കുക. നമ്മൾ 2 ദിവസത്തിനുള്ളിലായിരിക്കും കൊറിയർ അയക്കുന്നത്. സെയിം ഡേ ഡിസ്പാച്ച് ചെയ്യണമെന്ന് അർജൻറ്റായിട്ട് പറയുന്നവരുടെ നമ്മൾ സെയിം ഡേ ഡിസ്പാച്ച് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിട്ട് നാളെ ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഹോം ഡെലിവറി തന്നെ വേണമെന്നുള്ളവരാണ്. കാരണം ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇൻഡോർ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോം ഡെലിവറി വേണമെന്ന് അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നമ്മളോട് സംസാരിക്കുക. ഓർഡർ എടുക്കാൻ നേരം ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ വിട്ടുപോയിട്ട് DTDC എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴിയാണ് കിട്ടുന്നത് ഓർത്ത് നോക്കിയിരിക്കുന്ന ആൾക്കാർ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. നമ്മൾ കൂടുതലും DTDC ആണ് അയക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൽ വേണമെന്ന് നിർബന്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ പോസ്റ്റിൽ അയക്കും. അത് ഓരോരുത്തരുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. രണ്ടിനും നമ്മൾ കൊറിയർ ചാർജ് 70 രൂപ തന്നെയാണ് വാങ്ങുന്നത്. ഇന്റർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിനും 70 രൂപയാണ്. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിനും നമ്മൾ 70 രൂപയാണ് കൊറിയർ ചാർജ് ഈടാക്കുന്നത്. ചില ആൾക്കാർ 50 രൂപ കൊറിയർ ചാർജ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതെന്ത് കാരണം കൊണ്ടാണ് 50 രൂപയെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കൊരു കൊറിയർ പോസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് പുറത്തുനിന്ന് വരണമെങ്കിൽ തന്നെ ഒരു കൊറിയറിന് തന്നെ എന്തായാലും 100 റുപ്പീസ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 70 റുപ്പീസാണ് വാങ്ങുന്നത്. അതേസമയം എന്താണ് നമ്മൾ പുറത്തോട്ട് ഈ കേരളത്തിനുള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് 70 ആണെങ്കിൽ DTDC ഒക്കെ 80 രൂപയാണ്. ഇതൊക്കെയാണെങ്കിൽ 70 രൂപയാണ്. ഇതൊക്കെ ഒരു 825 പ്ലസ് 70 രൂപ കൊറിയർ ചാർജ് വരുന്ന പാർട്ടി വെയറിൻ്റെ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഒരുപാട് ഹെവി അല്ല, എന്നാൽ ഒരുപാട് സിമ്പിളും അല്ലാത്തൊരു ടൈപ്പ് മെറ്റീരിയലാണിത് കേട്ടോ. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഈ ഒരു മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്തത്. നെക്സ്റ്റ് വരുന്നതും വിചിത്രയിൽ തന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. 1290. ഇതിൻ്റെ റേറ്റ് അറിയേണ്ടവരൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ചോദിക്കണം കേട്ടോ. കാരണം ഞാൻ റേറ്റ് വിട്ടുപോയതാണ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയായതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. നാളെ കാണാം.